ചൂട് കാലത്ത് ഐസ്ക്രീം കഴിക്കുന്നതിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. എന്നാൽ ഒരു സ്പൂൺ വായിലെത്തും മുമ്പ് ഉരുകിയൊലിക്കുന്നതിന്റെ നിരാശ നമ്മളെല്ലാം അനുഭവിച്ചിട്ടുണ്ടാകും. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം തേടി ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ഐസ്ക്രീം ഉരുകാതെ അതിന്റെ തണുപ്പും മധുരവും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാലം വിദൂരമല്ലെന്നാണ് പുതിയ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ സാധാരണയായി കഴിക്കുന്ന ഐസ്ക്രീമിൽ വെള്ളം, പാൽ കൊഴുപ്പ്, പാൽ പ്രോട്ടീനുകൾ, പഞ്ചസാര വായു കൂടാതെ സ്റ്റെബിലൈസറുകൾ, എംഎൽസിഫയറുകൾ എന്നിവയാണ് പ്രധാനമായും അടങ്ങിയിട്ടുള്ളത്. ഐസ്ക്രീം ഉരുകുമ്പോൾ ഇതിലെ കൊഴുപ്പും വെള്ളവും വേർപിരിയുകയും അതുവഴി ഘടന നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത് തടയാനാണ് പുതിയ ഗവേഷണങ്ങൾ സഹായിക്കുന്നത്. ഐസ്ക്രീം ഉരുകുന്നത് തടയാൻ പരമ്പരാഗതമായി ചില സ്റ്റെബിലൈസറുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവയെല്ലാം രാസവസ്തുക്കളായതിനാൽ ആരോഗ്യപരമായ ആശങ്കകൾക്ക് കാരണമാകുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രകൃതിദത്തമായ മാർഗങ്ങൾ തേടിയുള്ള ഗവേഷണങ്ങൾ സജീവമാകുന്നത്. ജപ്പാനിലെ കനസാവ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ യാദൃശികമായിട്ടാണ് ഈ വിഷയത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയത്. അവർ സ്ട്രോബെറിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രത്യേക തരം പോളിഫെനോൾ ഐസ്ക്രീം മിശ്രിതത്തിലേക്ക് ചേർത്തു. ഐസ്ക്രീമിന്റെ പ്രധാന ഘടകങ്ങളായ കൊഴുപ്പും വെള്ളവും വേർപിരിയാതെ കൂട്ടിച്ചേർത്ത് നിർത്താനുള്ള കഴിവ് ഈ പോളിഫെനോളിനുണ്ടെന്ന് അവർ കണ്ടെത്തി. ഇത് ഐസ്ക്രീമിന് ഒരു ദൃഢമായ ഘടന നൽകുകയും സാധാരണ താപനിലയിൽ പോലും ഉരുകി ഒലിക്കാതെ നിലനിൽക്കുകയും ചെയ്യാമെന്നാണ് കണ്ടെത്തൽ. ഇതേ പാത പിന്തുടർന്ന് അമേരിക്കയിലെ വിസ്കോൺസിൻ മാഡിസൺ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷകരും ഗ്രീൻ ടീ, ബ്ലൂബെറി തുടങ്ങിയവയിൽ കാണുന്ന പോളിഫെനോളുകൾ ഉപയോഗിച്ച് പരീക്ഷണം നടത്തി. ഈ പോളിഫെനോളുകൾ ചേർത്തുണ്ടാക്കിയ ഐസ്ക്രീം 4 മണിക്കൂറിലധികം ഉരുകിപ്പോകാതെ അതിന്റെ രൂപം നിലനിർത്താനായെന്ന് അവർ കണ്ടെത്തി. ഈ പോളിഫെനോളുകൾ ഐസ്ക്രീമിനെ കട്ടിയുള്ളതാക്കുന്നു. അതിനാൽ ഐസ്ക്രീമിന്റെ ഐസ് ഉരുകിയാലും ദ്രാവകം പുറത്തേക്ക് ഒഴുകി പോകുന്നില്ല. ഈ ഗവേഷണങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നത് രാസവസ്തുക്കൾക്ക് പകരം സസ്യത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പോളിഫെനോളുകൾ പോലുള്ള പ്രകൃതിദത്ത ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഈ മാറ്റങ്ങൾ സാധ്യമാകുന്നത് എന്നതുകൊണ്ടാണ്. അതിനാൽ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയുള്ളവർക്കും ഇത് കൂടുതൽ സ്വീകാര്യമാകും. ഈ സാങ്കേതിക വിദ്യ ഐസ്ക്രീമിന്റെ ഗുണനിലവാരവും സംഭരണശേഷിയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. വിതരണ സമയത്ത് ഉരുകുന്നതും വീണ്ടും കട്ട പിടിച്ചിരിക്കുന്നതും കാരണം ഐസ്ക്രീമിന്റെ രുചിയും ഘടനയിലും മാറ്റങ്ങൾ വരാറുണ്ട്. പോളിഫെനോളുകൾ ഈ പ്രശ്നത്തെ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നു. സാധാരണ ഐസ്ക്രീമുകളിൽ ഉരുകുന്നത് സാവധാനത്തിലാക്കാൻ ഉപയോഗിക്കുന്ന ചില സ്റ്റെബിലൈസറുകളെ കുറിച്ച് ഒന്ന് നോക്കിയാലോ. ഗാർഗം, ഇത് പയറുവർഗ്ഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്വാഭാവിക ഘടന മാത്രമാണ്. കാരാഗീനൻ, കടൽ പായലിൽ നിന്ന് ലഭിക്കുന്ന ഇത് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ആരോപണങ്ങൾ നിലവിലുണ്ട്. സസ്യ എണ്ണകൾ, ചില ഉൽപ്പന്നങ്ങളിൽ പാൽ കൊഴുപ്പിന് പകരം സസ്യ എണ്ണകൾ ഉപയോഗിക്കുന്നു. ഇത് ഐസ്ക്രീമിന്റെ ഗുണമേന്മ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പോളിഫെനോളുകൾ കൂടുതലായും പ്രകൃതിദത്തവും ആരോഗ്യകരവുമായ ഒരു ബദലാണ്. ഇത് ഐസ്ക്രീമിന്റെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാലയിലെ പ്രൊഫസർ ബ്രാഡ് ബോളിങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണത്തിൽ പോളിഫെനോൾ ചേർത്ത ഐസ്ക്രീം 4 മണിക്കൂറിന് ശേഷവും അതിന്റെ രൂപം നിലനിർത്താനായെന്ന് കണ്ടെത്തി. നിലവിൽ ഈ സാങ്കേതിക വിദ്യ പരീക്ഷണ ഘട്ടങ്ങളിലാണ്. ഉരുകാത്ത ഐസ്ക്രീം എന്ന ആശയത്തിന് പുതിയ വാതിലുകൾ തുറക്കുകയാണ് ഈ ഗവേഷണങ്ങൾ. ഭാവിയിൽ നമുക്ക് ഉരുകി ഒലിക്കാത്ത ഐസ്ക്രീം ആസ്വദിക്കാൻ കഴിഞ്ഞേക്കാം. ഇത് ഐസ്ക്രീം വ്യവസായത്തിന് ഒരു പുതിയ മാറ്റത്തിന് തുടക്കമിടും.